8ാം ക്ലാസ് വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച കൊല്ലം തേവലക്കര ഹൈസ്കൂളിൽ എല്ലാം ഫിറ്റാണെന്ന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. പ്രശ്നങ്ങളില്ലെന്ന് മൈനാഗപ്പള്ളി പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ നൽകിയ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് പുറത്തുവന്നു. ഫിറ്റ്നസ് നൽകിയത് മെയ് 29-ാം തീയതിയാണ്. അശ്വിൻ പാലാഴി കൂടുതൽ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. അശ്വിൻ, ഈ രീതിയിലാണ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്നതെങ്കിൽ അതിൽ എന്താണ് ഇനി പറയേണ്ടത്? ഇതിൽ നടപടി ഉണ്ടാകുമോ? ഈ രീതിയിലാണോ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രവർത്തനം? അതും ഇത്തരത്തിൽ ആർക്കും ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നതാണ് ആ രീതിയിൽ അവിടെ വൈദ്യുത ലൈൻ പാടില്ല എന്നുള്ളത്. അതും വർഷങ്ങളായി അതേ സ്ഥിതി തുടരുന്നൊരവസ്ഥയുണ്ട്. അപ്പോഴൊക്കെ കഴിഞ്ഞ വർഷങ്ങളിലും പോയ വർഷങ്ങളിലെല്ലാം തന്നെ ഈ രീതിയിലാണോ സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത്? അങ്ങനെ സംശയിക്കേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് പ്രജിൻ. കാരണം നമ്മൾ ഇന്ന് രാവിലെ ഇതിനോട് ചേർത്ത് വെച്ച് പറയേണ്ട മറ്റൊരു സംഭവം കൂടിയുണ്ട്. അതായത് രാവിലെ ബാലാവകാശ കമ്മീഷന്റെ ഒരു പരിശോധന സ്കൂളിലുണ്ടായിരുന്നു. സ്കൂളിന്റെ കെട്ടിടങ്ങളെല്ലാം പൂർണ്ണമായും കമ്മീഷൻ അംഗങ്ങൾ പരിശോധിച്ചു. അതിനുശേഷം മാധ്യമങ്ങളെ കണ്ട കമ്മീഷൻ അംഗങ്ങൾ പറഞ്ഞത് ഈ സ്കൂളിന് എങ്ങനെ ഫിറ്റ്നസ് നൽകാനാകും എന്നൊരു ചോദ്യമാണ്. പല പ്രശ്നങ്ങളുമുണ്ട്. അതായത് കെട്ടിടമടക്കം പഴയതാണ്, അത് ഫിറ്റ്നസ് നൽകാൻ കഴിയുന്ന സാഹചര്യത്തിലല്ല എന്നുള്ളതാണ് ബാലാവകാശ കമ്മീഷനൊക്കെ പറഞ്ഞിരുന്നത്. അതിന് പിന്നാലെയാണ് കഴിഞ്ഞ മെയ് 29-ന് മൈനാഗപ്പള്ളി പഞ്ചായത്തിൽ നിന്നും അതിൻ്റെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഈ കെട്ടിടങ്ങൾക്ക്, സ്കൂളിൻ്റെ കെട്ടിടങ്ങൾക്ക് ഫിറ്റ്നസ് നൽകിക്കൊണ്ടുള്ള സർട്ടിഫിക്കറ്റിൻ്റെ പകർപ്പ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. പരിശോധിച്ചതിൽ നിന്ന് കെട്ടിടങ്ങൾക്ക് യാതൊരു കുഴപ്പവുമില്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഈ പഞ്ചായത്തിന് അന്ന് പരിശോധനയ്ക്ക് ശേഷം നൽകിയത്. അതേ വാചകങ്ങൾ തന്നെയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിനും ഉള്ളത് എന്നുള്ളതാണ് ഗൗരവ സ്വഭാവം വർദ്ധിപ്പിക്കുന്നത്. എന്ത് പരിശോധനയാണ് ഈ സ്കൂളിൽ നടന്നത് എന്ന് സ്വാഭാവികമായും സംശയം തോന്നും ഈ സ്കൂൾ നേരിട്ട് കണ്ടിട്ടുള്ളവർക്ക്. ഈ കെട്ടിടങ്ങൾ എങ്ങനെ ഫിറ്റാണ് എന്ന് പറയാനാകും എന്നുള്ള സ്വാഭാവിക സംശയം എല്ലാവർക്കും തോന്നും. എന്തായാലും അത് ഇപ്പോൾ വലിയ വിവാദമാകുന്നുണ്ട്, ചർച്ചയാകുന്നുണ്ട്. ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൻ്റെ അതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ സംബന്ധിച്ച് ഇപ്പോൾ സംശയങ്ങളും ഉയരുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമാകും ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് നിലവിൽ പ്രതിഷേധം ഉയർത്തുന്നവരടക്കം അത് വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്തായാലും മൈനാഗപ്പള്ളി പഞ്ചായത്താണ്, അതിൻ്റെ എഞ്ചിനീയറിംഗ് വിഭാഗമാണ് ഇതിൽ ഇനിയൊരു വിശദീകരണം നൽകേണ്ടത്. ഏത് വിധത്തിലുള്ള പരിശോധന നടത്തിയാണ് ഇങ്ങനെ ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകിയത് എന്നുള്ള വിശദീകരണത്തിൽ നിന്ന് മൈനാഗപ്പള്ളി പഞ്ചായത്തിന് ഒഴിഞ്ഞു മാറാനാവില്ല. എന്തായാലും ആ പ്രതികരണം വരും മണിക്കൂറുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അശ്വിനോടൊപ്പം തന്നെ ഈ കഴിഞ്ഞ രാത്രിയിൽ തന്നെ അവിടെ KSEB ഉദ്യോഗസ്ഥരെത്തി ആ ലൈൻ അവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊരു കേവലം മണിക്കൂറുകൾക്കുള്ളിൽ തീർക്കാവുന്നൊരു പ്രശ്നമാണ്. പക്ഷെ അത് ഇത്രയും നാൾ എന്തുകൊണ്ട് ഇങ്ങനെ നീണ്ടുപോയി? ഒരു കുഞ്ഞിൻ്റെ മരണം സംഭവിക്കുന്നവരെ അത് നീട്ടിക്കൊണ്ടുപോയത് എന്താണ്? അത് വേണ്ടി വന്നോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരങ്ങളില്ല. ഇന്നലെ കോവൂർ കുഞ്ഞുമൻ MLA തന്നെ പറഞ്ഞത് അവിടെ ചില വീടുകളുണ്ട്, ആ സ്കൂളിന് തൊട്ടടുത്ത് തന്നെ ചില വീടുകളുണ്ട്, അവിടത്തേക്ക് പോകുന്ന വൈദ്യുതി ലൈനാണിത്, അവരുടെയും ആവശ്യമായിരുന്നു അവിടെ ഒരു പോസ്റ്റ് വേണം എന്നുള്ളത്. അപ്പോൾ അതൊന്നും കാണാതെ എന്തുകൊണ്ട് ഇത്രയും നാൾ വന്നു എന്നതിന് എന്തെങ്കിലും വിശദീകരണം അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും മറുപടി അക്കാര്യത്തിൽ ഈ KSEBയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ടോ ഇതുവരെയെങ്കിലും? നിലവിൽ ആ കാര്യത്തിൽ ഔദ്യോഗിക മറുപടി നൽകേണ്ടത് KSEB ആണ്. പക്ഷേ ഇതുവരെ ആ വിഷയങ്ങളിൽ ഒരു വാക്ക് പ്രതികരിക്കാൻ KSEB അധികൃതർ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല. വൈദ്യുതി മന്ത്രിയാണെങ്കിൽ പോലും ആ വിഷയത്തിൽ കാര്യക്ഷമമായൊരു പ്രതികരണം ഇതുവരെ നടത്തിയിട്ടുമില്ല എന്നുള്ളത് നമുക്ക് കാണാവുന്നതാണ്. ഒപ്പം നിലവിൽ ഇപ്പോൾ ആ വൈദ്യുതി ലൈനുകൾ സ്കൂളിൻ്റെ താൽക്കാലിക ഷെഡിന് മുകളിൽ നിന്ന് അഴിച്ചു മാറ്റിയിട്ടില്ല. അതിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കുക മാത്രമാണ് ചെയ്തത്. അതിലൂടെ ഇപ്പോൾ ആ വൈദ്യുതി കമ്പികളിൽ നിന്ന് ഇപ്പോൾ വൈദ്യുതി പ്രവഹിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതായത് നേരത്തെയും മറ്റ് പരിഹാര മാർഗ്ഗങ്ങൾ കൊണ്ടുവരാമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് സ്കൂളിന് മുകളിലൂടെ അല്ലെങ്കിൽ സ്കൂളിൻ്റെ പരിസരത്തുകൂടിയൊക്കെ വൈദ്യുതി ലൈനുകൾ വലിക്കുന്നതിൻ്റെ ചില മാർഗ്ഗനിർദ്ദേശങ്ങളുണ്ട്. അതൊക്കെ അപ്പാടെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ വൈദ്യുതി ലൈനുകൾ, വലിയ പ്രഹരശേഷിയുള്ള വൈദ്യുതി ലൈനുകൾ ഈ ഗ്രൗണ്ടിന് നടുവിലൂടെ, സ്കൂളിന് ഉള്ളിലൂടെ വലിച്ചുകൊണ്ട് പോയിരിക്കുന്നതെന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത് മറ്റൊരു വഴിയിലൂടെ വേണം, സ്കൂളിനെ മറികടക്കാത്ത രീതിയിൽ മറ്റൊരു വഴിയിലൂടെ വേണം ഈ അമിത പ്രഹരശേഷിയുള്ള വൈദ്യുതി ലൈനുകൾ കൊണ്ടുപോകേണ്ടത് എന്നുള്ള ചട്ടം രേഖാമൂലം നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ നഗ്നമായ ലംഘനം ഇവിടെയുണ്ട്. അതിലൊക്കെ KSEB മറുപടി പറയേണ്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു വാക്കുപോലും ഈ വിഷയത്തിൽ മിണ്ടാൻ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസം വൈദ്യുതി മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അത് നമുക്ക് ഈ ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കാം. അതിൽ വീഴ്ചയുണ്ടായിട്ടുണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്നാണ് മന്ത്രി പറഞ്ഞത്. നോക്കാം ഏത് രീതിയിലാണ് അതിൽ ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുണ്ടാകുന്നത്, അന്വേഷണം ഏത് രീതിയിൽ പോകും എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല, ഈ രീതിയിലുള്ള വീഴ്ചകൾ അത് പലയിടങ്ങളിലായി ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ അന്വേഷണത്തിൽ വ്യക്തമാവുന്നുണ്ട്. അത്തരം റിപ്പോർട്ടുകളിലേക്ക് നമ്മൾ പിന്നീട് എത്താം.